കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നതിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ഇടിച്ചു കയറുന്നത്. പോലീസ് സ്ഥലത്തുണ്ട്. ഗുണനിലവാരം ഉറപ്പാക്കാത്ത നിർമ്മാണ പ്രവർത്തനത്തിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടക്കുന്നത്. സിനോജ് തോമസ് നമുക്കൊപ്പം. സിനോജ് തോമസ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ പോലീസ് തടയുകയാണ്. ഗുണനിലവാരം ഉറപ്പാക്കാതെ ശാസ്ത്രീയമായി അല്ലാതെ ദേശീയപാത നിർമ്മിച്ച് അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധവുമായി അവർ എത്തുന്നത്. ഇപ്പോൾ കൂടുതൽ പ്രതിഷേധക്കാർ അവിടെ എത്തുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജിയ, 25ഓളം വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ നേതൃത്വത്തിൽ കോഹിനൂരുള്ള ഈ കരാർ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് തടയാൻ ശ്രമിച്ചു. ബാരിക്കേഡ് ഉണ്ടായിരുന്നില്ല. ഈ പ്രവർത്തകർ മറികടന്നത് വീണ്ടും ക്വാളിറ്റി കൺട്രോൾ ലാബിന്റെ ഡോറുകൾ ചവിട്ടി തുറക്കുന്നു. ആ ലാബിലേക്ക് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ അകത്തേക്ക് കയറി പോലീസ് വലയം ഭേദിച്ച് അകത്തേക്ക് കയറി അവരെ ഒരു തവണ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയതാണ്. വീണ്ടും ആ ലാബിലേക്ക്, ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട ആ ലാബിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കയറാൻ ശ്രമിക്കുന്നു. പോലീസ് അവരെ തടയുകയും ഡോർ ഇപ്പോൾ പൂട്ടിയിട്ടുണ്ട്. എന്നാൽ വലിയ ബാരിക്കേഡോ മറ്റ് സംവിധാനങ്ങളോ പോലീസ് ഒരുക്കിയിരുന്നില്ല. 25ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. ഈ KNRCL കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോൾ ലാബാണ്. ഇവിടെയാണ് ഈ റോഡ് നിർമ്മാണത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടത്. ഈ ലാബിൽ പരിശോധിച്ച ശേഷമാണ് റോഡ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള കോൺക്രീറ്റ് വസ്തുക്കൾ ഉൾപ്പെടെ കൊണ്ടുപോകുന്നത്. അവിടേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചായി എത്തിയത്. പോലീസിന് വലയം ഭേദിച്ച് ലാബിന്റെ അകത്തേക്ക് വരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധക്കാർ കടന്നു കയറി. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ബലം പ്രയോഗിച്ച് പുറത്തേക്ക് മാറ്റി ഇപ്പോൾ ഈ ലാബിന്റെ മുൻപിൽ കുത്തിയിരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. ഇന്നാണ് ദേശീയപാത അതോറിറ്റി നിയോഗിച്ച 3 അംഗ സമിതി ഇവിടെ വന്ന് പരിശോധന നടത്താൻ പോകുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ അബിൻ വർക്കിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഈ സമരവുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ആ രീതിയിലുള്ള വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 25ഓളം വരുന്ന പ്രതിഷേധക്കാരാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. പോലീസ് അവരെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഈ ലാബിന്റെ മുൻപിൽ കുത്തിയിരുന്നു കൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോവുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രി PM മുഹമ്മദ് റിയാസിനെതിരേക്ക് തന്നെയാണ് ഇവർ മുദ്രാവാക്യം വിളിക്കുന്നത്. പോലീസ് വലയം ഭേദിച്ചുകൊണ്ടാണ് ഈ കമ്പനിയുടെ ഈ കൺസ്ട്രക്ഷൻ യാർഡിലേക്ക് കയറുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ലാബിലേക്ക് കയറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ട ലാബിലേക്ക് ഇടിച്ചു കയറുകയാണ്. വന്നപാടെ തന്നെ നേരെ ലാബിലേക്ക് ഇടിച്ചു കയറി പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് മാറ്റി. അവിടെ നേരെ ഉന്തും തള്ളും ഉണ്ടായപ്പോൾ വീണ്ടും ഈ ലാബിന്റെ പുറത്തിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. ശരിയാ, വലിയ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ കടന്നിട്ടുണ്ട്. ഇപ്പോഴത് രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം UDF സംഘം അവിടെ സന്ദർശനത്തിനായി എത്തിയിരുന്നു. UDF ഒന്നാകെ ഈ വിഷയം ഏറ്റെടുക്കുന്നുണ്ടോ? ആലോചിച്ച് തീരുമാനമെന്നല്ലേ അടൂർ പ്രകാശ് ഇന്നലെ പറഞ്ഞത്. സിനോജ്, സിനോജ് തോമസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൂരിയാട് ദേശീയപാത വിള്ളലിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇപ്പോൾ അവിടെ ക്വാളിറ്റി ചെക്കിംഗ് ലാബുണ്ട്. ആ ലാബിന് മുന്നിലാണ് ഇപ്പോൾ കുത്തിയിരിക്കുന്നത്. കരാർ കമ്പനി ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി എടുക്കണമെന്നതാണ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ NHAIയുടെ പ്രത്യേക സംഘം ഇന്ന് ഈ വിള്ളലുണ്ടായ ഭാഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുണനിലവാരം ഉറപ്പാക്കാത്ത റോഡ് നിർമ്മാണം, അതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്.